അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മല്ലിയില, പുതിനയില, അല്ലെങ്കിൽ കറിവേപ്പില, ഇത്തരം ഇലകൾ നമ്മൾ ഇപ്പം മിക്കവാറും പേര് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നതായിരിക്കും. അപ്പോൾ അത് ഒരു കൂടിപ്പോയാൽ ചിലവർക്ക് 3 ദിവസമൊക്കെ കഴിയുമ്പോൾ മല്ലിയില വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴുകി പോകും, ചീഞ്ഞു പോകും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാതെ നമുക്ക് അല്ലെങ്കിൽ അഴുകി പോകാതെ നമുക്ക് കുറേ ദിവസം എങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വെൽക്കം ടു ട്രഡീഷണൽ ട്രീറ്റ്സ്. അപ്പോൾ നമ്മൾ മല്ലിയില വാങ്ങുന്നത് നല്ല ഫ്രഷായിട്ട് തന്നെ വാങ്ങാൻ നോക്കുക. വീട്ടിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ നമുക്കത് എല്ലാവർക്കും സാധിക്കില്ല. ഞാനും കുറേ മല്ലിയൊക്കെ മുളപ്പിക്കാൻ നോക്കി, നടന്നില്ല. അപ്പോൾ ഈ മല്ലിയില നമുക്ക് രസം വയ്ക്കാനും സാമ്പാർ വയ്ക്കാനൊക്കെ എന്നും ആവശ്യമുള്ളതാണ്. അപ്പം ഞാൻ ഇവിടെ ഒരു കെട്ട് മല്ലിയില എടുത്തിട്ട് ഒരുവിധം ഫ്രഷായിട്ടുള്ളത് തന്നെ നോക്കി വാങ്ങിക്കുക. അത് നന്നായിട്ട് കഴുകുക, പച്ചവെള്ളത്തിൽ നന്നായിട്ട് വേരോട് കൂടിയാണേ കഴുകി എടുത്തിട്ട് മണ്ണൊക്കെ കളഞ്ഞെടുത്തിട്ട് നമ്മളത് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത ശേഷം എന്താ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇങ്ങനെ ചെയ്തു വെച്ചാൽ മല്ലിയില കുറേ ദിവസത്തേക്ക്, ഇപ്പം ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ആദ്യം കാണിച്ചത്. ഒരാഴ്ച വെച്ചിരുന്നിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതാണ് കണ്ടത്. സാധാരണ ഞാൻ ഇങ്ങനെ കഴുകി കണ്ടെയ്നറിനകത്താക്കി വെക്കാറാണ് പതിവ്. പക്ഷെ എന്നാലും അത് ഇലയൊക്കെ ചീച്ചിൽ വരും, അതിനകത്ത് വേറെ രുചിയും മാറിപ്പോകും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത മല്ലിയില നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പുതിനയിലും ഇതേ രീതിയിൽ തന്നെ കേട്ടോ. ഇപ്പം ഞാൻ രണ്ടും ചെയ്യുന്നുണ്ട്. പക്ഷേ ആദ്യം മല്ലിയില കട്ട് ചെയ്തു, അതൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നമ്മൾ നല്ലൊരു പാത്രത്തിൽ വയ്ക്കുക. അതുപോലെ തന്നെ ഞാൻ പുതിനയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. പുതിനയില ഇത് നല്ല ഫ്രഷല്ല, ലേശം വാടി തുടങ്ങിയ ഒരു പുതിനയില എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ എനിക്ക് ചട്നി ഉണ്ടാക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പുതിന കണ്ടാൽ അത് വാങ്ങി ഇതുപോലെ സ്റ്റോർ ചെയ്ത് വയ്ക്കാറുണ്ട്. പിന്നെ റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഇത് ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് മല്ലിയിലയിലേക്ക് ലേശം വെള്ളം ഒഴിക്കുക, അത് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ഒഴിക്കുക. അതിനുശേഷം നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോരം ഇലയുണ്ടോ അതിൻ്റെ അനുസരിച്ച്, ഇതിപ്പോൾ ഒരു 1/2 ടീസ്പൂണാണ് ഞാൻ ബേക്കിംഗ് സോഡ ചേർത്തു കേട്ടോ. എന്താണ് ബേക്കിംഗ് സോഡ? അത് ചേർത്ത് ഒരു സ്പൂൺ വെച്ച് ആ സോഡ എല്ലായിടത്തേക്കും ആകാൻ പാകത്തിന് നന്നായിട്ട് മുക്കി ഇളക്കിയിടുക. ഉണ്ടോ, ഇതുപോലെ ഇളക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു 15 മിനിറ്റോളം അതിനകത്ത് മുക്കി വെച്ചേക്കുക. അതവിടെ ഇരിക്കട്ടെ. അപ്പം നിങ്ങൾ ചോദിക്കും, ഇത് വയറിന് വല്ല പ്രശ്നം ഉണ്ടാവുമോ ബേക്കിംഗ് സോഡ? പക്ഷെ നമ്മളിത് മുഴുവനും ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ്. എന്നിട്ട് തണുത്ത വെള്ളത്തിൽ 2-3 പ്രാവശ്യം ഇത് കഴുകിയെടുക്കുക. തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ നിന്ന് ഉടനെ എടുത്ത വെള്ളം ആവണമെന്നില്ല, ചെറു തണുപ്പുള്ള വെള്ളത്തിൽ കഴുകിയിട്ട് നമ്മളത് ഡ്രെയിൻ ചെയ്യാനായിട്ട് വെള്ളം ഊറ്റി കളഞ്ഞ ശേഷം നല്ലൊരു വൈറ്റ് തുണിയിലേക്ക്, ഒരു നല്ല തുണി, സോഫ്റ്റായിട്ടുള്ള തുണിയിൽ വെച്ചിങ്ങനെ ഉണക്കാനായിട്ട് ഇടുക. അങ്ങനെ മൂടി പൊതിഞ്ഞ് നന്നായിട്ട് അതിൻ്റെ വെള്ളം മുഴുവനും വാർന്നു പോകാൻ പാകത്തിന് ഇതുപോലെ ഉണക്കിയെടുക്കുക. തുണിയാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളമൊക്കെ ആ തുണിയിലേക്ക് പിടിച്ചിട്ട് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടുന്നതാണ്. ഇപ്പോൾ അതിന് വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഒട്ടും വെള്ളമില്ലാത്ത രീതിയിലേക്ക് നമ്മളത് എടുക്കണം കേട്ടോ. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവരുമ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണത്. ചെയ്തിങ്ങനെ വെച്ചിരുന്നാൽ അവിടെ ഇരുന്നോളും, വേറെ പ്രശ്നമില്ല. എന്നിട്ട് നല്ലൊരു ഗ്ലാസിൻ്റെ ജാർ എടുക്കണം കേട്ടോ. ഗ്ലാസ് ജാർ നന്നായിട്ട് കഴുകി തുടച്ചെടുക്കണേ, വെള്ളം പാടില്ല. അതിലേക്ക് നമ്മൾ ഈ ഉണങ്ങിയ മല്ലിയില അരിഞ്ഞത്, ഇലകൾ ഏതായാലും ഇതിനകത്ത് നിറച്ചിടുക. അപ്പോൾ നമ്മൾ വയ്ക്കുമ്പോൾ ഈ ജാറിനകത്ത് ഒരുവിധം ഫുള്ളാവാൻ പാകത്തിനുള്ള ഇല വേണം. അപ്പോഴാണ് അത് കുറച്ചും കൂടെ ഫ്രഷായിട്ട് അങ്ങനെ ഇരുന്നോളും. കുറച്ച് ഇലയായിട്ട് നമ്മളൊരു ജാറിലേക്കല്ല, കുറച്ച് നിറയാൻ പാകത്തിന് ഇട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ച് നമ്മൾ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ, നോക്കി ഈ ഇരിക്കുന്ന പോലെ തന്നെ നമ്മൾക്ക് കുറേ ഞാനപ്പോൾ ആദ്യം കാണിച്ചില്ലേ, അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് കാണിച്ചൊരു ഇത് കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് കേട്ടോ.
ഒരു തണ്ടിൻ്റെ ഒരു ഭാഗം പോലും നമുക്ക് വാടാതെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ളത് അങ്ങനെ തന്നെ നമുക്കെടുത്ത് കറിക്ക് ഉപയോഗിക്കാം. പിന്നെ വേണമെങ്കിൽ ലേശം എടുത്ത ശേഷം ഇതുപോലെ തന്നെ അടച്ച് നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.